നടി ഉർവശിയുടെ കുടുംബത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു. നടി ഉർവശിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ. സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം. അതേപോലെ തന്നെയാണ് കൽപ്പനയ്ക്കും. യഥാർത്ഥ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം. നമ്മളെയൊക്കെ ഒരുപാട് ചെറുപ്പിച്ച കൽപ്പന ഒരുപാട് കരയുകയായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ. അതുപോലെ തന്നെ കലാരഞ്ജനിയുടെ ജീവിതവും. അതുപോലെ തന്നെ 2 സഹോദരന്മാരുണ്ട്. ഒരു പയ്യനാച്ചിനെ സിൽക്ക് സ്മിതയുടെ ഒരു പടത്തിൽ അഭിനയിച്ച് നായകനായിട്ട് അഭിനയിച്ചിട്ട് അത് മരിച്ചു. ഇപ്പം അടുത്തൊരു സഹോദരനും കൂടി മരിച്ചു. അപ്പോൾ ദുഃഖങ്ങളുടെയും അതുപോലെ തന്നെ മരണങ്ങളുടെയും ഒരു ഘോഷയാത്രയാണ്. അവർക്ക് സിനിമയിലൊക്കെ നല്ല പേരും പ്രശസ്തിയും ശരിക്കും പറഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാറൊക്കെ ആയി. പക്ഷേ ജീവിതത്തിൽ അവർക്ക് എന്നും ദുഃഖം മാത്രം അനുഭവിക്കാനാണ് യോഗം. പാവം. അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഉർവശിയുടെ സഹോദരൻ്റെ ഭാര്യ, സഹോദരൻ മരിച്ചു, സഹോദരൻ്റെ ഭാര്യ പ്രമീള ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രമീളയുടെ സഹോദരനും കൂടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. 2 പേരും കൂടി തൂങ്ങി മരിക്കുക ചെയ്തത്. അവർ താമസിക്കുന്ന വില്ലുവരത്താണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നാട്ടുകാരറിയണത് ഇവരെ മരിച്ചിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിനുള്ളിൽ നിന്ന് മണം വരുമ്പോഴാണ് നാട്ടുകാരറിയണത്. നാട്ടുകാരങ്ങനെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചു. തുറന്നു നോക്കിയപ്പോൾ 2 പേര് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ കുറിപ്പും അതിലുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ദാരിദ്ര്യം, അതുപോലെ തന്നെ രോഗങ്ങൾ, ഇതൊക്കെ കാരണമാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. ഞങ്ങളുടെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് 2 പേരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തുമുണ്ട്. പക്ഷേ പോലീസിന് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നിയമപ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും എന്ന് വിചാരിച്ചിട്ട് അവരെ ആഗ്രഹം മാത്രം നടന്നില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തു. അപ്പോൾ കൽപ്പനയും അതുപോലെ തന്നെ ഉർവശിയുമാണ്. കൽപ്പന ഇരുന്നപ്പോൾ ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു. കൽപ്പന മരിച്ചതിന് ശേഷം ഉർവശിന് ഇവരെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത്യാവശ്യം പൈസയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര നാൾ ഒരാളെ നമുക്ക് സഹായിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അവർക്കും മടുത്തു, രോഗങ്ങളൊക്കെ വന്ന് ഇങ്ങനെ മടുത്തു. എന്നിട്ട് അവർ 2 പേരും കൂടി എടുത്ത തീരുമാനമാണ് മരിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അവർ മരിച്ചത്. പക്ഷേ ഉർവശിക്ക് അത് താങ്ങാൻ പറ്റാവുന്നതിലധികം ദുഃഖമാണ് ഉണ്ടായത്. ഉർവശി ശരിക്കും ഇത് കണ്ട് ആകെ തല ചുറ്റി വീണു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് ഒരുപാട് സ്നേഹിക്കേണ്ടതാണ് ഉർവശി. അപ്പോൾ ഓരോന്നിൻ്റെ പിറകെ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉർവശിക്ക് ആകെ ടെൻഷനുണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തിലും അതുപോലെ തന്നെ മനോജ് കെ ജയനുണ്ടായിട്ടുള്ള ജീവിതത്തിലും, അതുപോലെ കൽപ്പനയുടെ നമ്മുടെ ഒരു സംവിധായകനായിട്ട് കല്യാണം കഴിച്ചു, ആ ഡൈവോഴ്സായി, അതിലൊരു മകളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഉർവശിയുടെ കുടുംബം ശാപം കിട്ടിയൊരു കുടുംബമെന്ന് പറയാം. പക്ഷേ കല എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞാൽ, അഭിനയം എന്ന് പറഞ്ഞാൽ അത് അവർക്കിങ്ങനെ ഇഷ്ടം പോലെ ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്. അവർ എത്താവുന്ന ഉന്നതികളിലെല്ലാം എത്തിയിട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാവർക്കും ദുഃഖം കൊടുക്കുന്നു പറഞ്ഞാൽ ശരിയാണ്. നമുക്ക് നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലത്തിൽ നമ്മൾ നല്ലൊരു ഉയരത്തിലെത്തിയാലും നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ എല്ലാവർക്കും കൊടുക്കും. മനുഷ്യനായി പറന്നോ ദുഃഖങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉർവശിയുടെ കുടുംബം. ഇവർ 3 പേരും വളരെ ഫേമസ് ആയതുകൊണ്ട് ഇവർ വീട്ടിലുണ്ടാകുന്ന ഓരോ സംഗതികളും പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടും വേദനയോടും കൂടിയാണ് കാണുന്നതും കേൾക്കുന്നതും. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്. അത് ഞങ്ങൾക്ക് ഒരുപാട് വേദനയുള്ളതാണ്. ഉർവശി ഇപ്പോഴും സിനിമാ ഫീൽഡിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഇപ്പോൾ അവാർഡ് വരെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കല ഒരിക്കലും നഷ്ടപ്പെടില്ല. അതിനുള്ള ഏറ്റവും തെളിവാണ് ഉർവശി. പക്ഷേ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. കാശും പണം പൊത്തനും സ്വത്തും ഒന്നും അതിനു മുമ്പിൽ വില പോവില്ല. ഇത്രയും പങ്ക് പറയാനുള്ളതിനെ കുറിച്ച്.